നമസ്കാരം. സംസ്ഥാനത്ത് നാളെ കൊട്ടിക്കലാശമാണ്. തെരഞ്ഞെടുപ്പ് രംഗം അത് ഏറ്റവും ഒടുവിലത്തെ രംഗത്തേക്ക്, ഏറ്റവും കൊഴുപ്പേറിയ ഘട്ടത്തിലേക്ക് എത്തുന്ന സമയം. നമുക്ക് വിശദമായി നോക്കാം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് നാളെ കൊട്ടിക്കലാശം. അവസാന അടവുകളും പയറ്റി മുന്നണികൾ. കള്ളവോട്ട്, ക്രോസ് വോട്ട് ആരോപണങ്ങൾ ശക്തം. തെരഞ്ഞെടുപ്പ് ദിനം അവധി പ്രഖ്യാപിച്ച ഉത്തരവ്. ഒരു വ്യക്തി ഒരു പൈസ കയ്യിലുള്ള ഒരു വ്യക്തിക്ക് എന്റെ ഒരു സ്ഥലം എനിക്ക് വിൽപ്പന നടത്താനുള്ള അവകാശമുണ്ട്. ഇനി നന്ദകുമാർ കോടതിയിൽ പോയാലും അവന് എന്റെ ഈ ഭൂമി മാത്രമേ കിട്ടൂ. ഞാൻ അവിടെ കേസ് പറഞ്ഞ് 10 ലക്ഷം കളയും. ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് ശോഭാ സുരേന്ദ്രൻ. ദല്ലാളുമായുള്ള ബന്ധം CPM നേതാവിനെ BJP-യിലേക്ക് എത്തിക്കാനുള്ള ഇടനിലക്കാരൻ എന്ന നിലയിൽ നേതാവ് പിൻവാങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തിയതോടെ ദല്ലാളിൽ നിന്നും 10 ലക്ഷം വാങ്ങിയത് ഭൂമി ഇടപാടിൽ. ഭൂമിയല്ലാതെ പണം തിരികെ നൽകാൻ തയ്യാറല്ല എന്നും ശോഭ. ദല്ലാളിന്റെ ആരോപണങ്ങൾ തള്ളി അനിൽ ആന്റണിയും. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്കൊരു ഓഫർ ലെറ്ററും ഞാൻ കണ്ടിട്ടില്ല, വിസിറ്റിംഗ് കാർഡും കണ്ടിട്ടില്ല. രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. പരാതി രാഹുലിന്റെ DNA പരിശോധിക്കണമെന്ന PV അൻവറിന്റെ പരാമർശത്തിൽ അൻവറിനെ തള്ളാതെ മുഖ്യമന്ത്രി. ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകനായി രാഹുലിന് ഉയരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പിണറായി വിജയൻ. രാജസ്ഥാനിലെ പരാമർശങ്ങളിൽ ഉറച്ച പ്രധാനമന്ത്രി. കോൺഗ്രസിന്റെ രഹസ്യ അജണ്ട പുറത്തുവന്നുവെന്ന് പ്രധാനമന്ത്രി. സുപ്രീം കോടതിയിലേക്ക് പ്രതിപക്ഷം. നരേന്ദ്രമോദി വർഗീയത പരത്തുന്നുവെന്ന് മുഖ്യമന്ത്രി. കരുവന്നൂർ കേസിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്നും EDക്ക് മുന്നിലെത്തിയില്ല. പ്രചാരണ തിരക്കുള്ളതിനാൽ വെള്ളിയാഴ്ച വരെ ഹാജരാകാൻ കഴിയില്ലെന്ന് വിശദീകരണം. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ചീഫ് ഫിനാൻസ് ഓഫീസറെ ചോദ്യം ചെയ്യുന്നത് 3ാം തവണ. തൃശൂർ മാന്നാമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. JCB ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം വിഫലം. ചെരിയാൻ കാരണം വീഴ്ചയിലുള്ള പരിക്കെന്ന വിലയിരുത്തൽ. ലൈവ് അറ്റ് 6 വിശദമായ ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. സംസ്ഥാനത്ത് പരസ്യ പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക്. നാളെയാണ് കൊട്ടിക്കലാശം. അവസാന ഘട്ടത്തിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തീവ്ര പ്രചാരണത്തിലാണ് മുന്നണികൾ. 20 മണ്ഡലങ്ങളിൽ മിക്കയിടത്തും തീപാറും പോരാട്ടമാണ്. ക്രോസ് വോട്ട്, കള്ളവോട്ട് ആരോപണങ്ങൾ ശക്തമാണ്. പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ സംസ്ഥാനത്തുണ്ട്. ടോം കുര്യാക്കോസ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ടോം, ഏതാണ്ട് ഒന്നര മാസക്കാലം നീണ്ട പ്രചാരണം, വളരെ ദൈർഘ്യമേറിയ ഒരു പ്രചാരണ കാലമായിരുന്നു. പൊരുവെയിലത്ത് കൊടും ചൂടിൽ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള വീര്യം പ്രകടമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ്. ഏതൊക്കെ പ്രധാന നേതാക്കളാണ് കേരളത്തിലുള്ളത്? കൊട്ടിക്കലാശത്തിലേക്കായി പൂർണ്ണമായും ഒരുങ്ങിയ മുന്നണികൾ. എന്തോ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്.
അതായത് അതിൻ്റെ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് മുന്നണികൾ കടന്നിരിക്കുന്നു. നാളെയാണ് കൊട്ടിക്കലാശം. രാജ്യത്തെ 13 സംസ്ഥാനങ്ങളിലായി 89 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ നാളെ സമ്പൂർണ്ണമായും നാളെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അതായത് ഈ മാസം 26-ാം തീയതി പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം കേരളത്തിന് പുറമെ രാജസ്ഥാനിലും ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർണ്ണമാകുകയാണ്. അതായത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ രാജസ്ഥാനിൽ ഏതാനും ചില മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാവുകയാണ്. രാജസ്ഥാനിലെ കേരളത്തിലെ സമാനമായ രീതിയിൽ രാജസ്ഥാനിലും വോട്ടെടുപ്പ് പൂർത്തിയാവുകയാണ്. അത് ഏറ്റവും ശ്രദ്ധാകേന്ദ്രം കേരളത്തിലെ 20 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം ഗ്ലാമർ താരങ്ങൾ കേരളത്തിലെ ഗ്ലാമർ മണ്ഡലങ്ങളായി വയനാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഉൾപ്പെടെ തൃശ്ശൂർ, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ഗ്ലാമർ മണ്ഡലങ്ങൾ അവിടെ ദേശീയ നേതാക്കളടക്കം മത്സരിക്കുന്നു എന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൽദോ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 1.5 മാസം കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് നടന്ന തീപാറുന്ന പ്രചാരണമായിരുന്നു. പല വിഷയങ്ങളും ചർച്ചയായി. വിവാദങ്ങളൊക്കെ ഈ സമീപകാലങ്ങളിൽ നിരവധി വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. വടകരയിലെ ബോംബ് സ്ഫോടനം മുതൽ തൃശ്ശൂർ പൂര വിവാദം, ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം, തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് വിവര കണക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ചയായിട്ടുള്ള ഒരു പ്രചാരണമാണ് നാളെയോടുകൂടി പൂർത്തിയാകുന്നത്. അതായത് നാളെ കൊട്ടിക്കലാശമാണ്, മറ്റന്നാൾ നിശബ്ദ പ്രചാരണം. 26-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. അതായത് UDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ മികച്ച വിജയം, അതായത് 19 സീറ്റ് നേടി ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നാണ് കേരളത്തിൽ UDF സ്വന്തമാക്കിയത്. ആ വിജയം നിലനിർത്തുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്വം UDF-നെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ചും വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു. BJP-യെ സംബന്ധിച്ച് BJP-യുടെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും B മുരളീധരനും അതോടൊപ്പം സുരേഷ് ഗോപിയും അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ നാളെ 26-ാം തീയതി കേരളത്തിൻ്റെ അതായത് വിധി എഴുതുകയാണ്. കേരളം ഇവർക്ക് വേണ്ടി വിധി എഴുതുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ശക്തമായ പ്രചാരണങ്ങൾ നടന്ന മത്സരമാണ്. LDF-നെ സംബന്ധിച്ച് LDF കഴിഞ്ഞ തവണ ഒരൊറ്റ സീറ്റിലേക്ക് CP ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിലം മെച്ചപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്, അവസ്ഥയുണ്ട്. BJP-യെ സംബന്ധിച്ച് അക്കൗണ്ട് തുറക്കണം. അതായത് പക്ഷേ CPM-നെ സംബന്ധിച്ച് വലിയ വിഷയങ്ങളുണ്ട്. കരുവന്നൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്, അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള മാസപ്പടി വിവാദം അടക്കമുള്ള വിവിധ വിഷയങ്ങളാണ് CPM-നെ സംബന്ധിച്ച് ഏറെ തിരിച്ചടിയായിട്ടുള്ളത്. അതായത് ഈ സമയങ്ങളിൽ തന്നെ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടും വലിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ആളുകളെല്ലാം ചോദ്യം ചെയ്യുന്നു. CPM-ന്റെ പ്രധാനികളെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു. സ്വാഭാവികമായും അങ്ങനെ CPM-നെ സംബന്ധിച്ച് ഈ പ്രചാരണ കാലഘട്ടം വലിയ പ്രതിരോധത്തിൽ നിന്നാണ്. അതോടൊപ്പം ആകെ CPM-നെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത്, CPM ഇപ്പോഴും പ്രചാരണത്തിന് വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ്. പക്ഷേ മറുവശത്ത് സർക്കാരിനെതിരായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ കോൺഗ്രസ്, UDF ഉന്നയിക്കുന്നുണ്ട്. BJP-യും സമാനമായ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ BJP JP നഡ്ഡ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കേരളത്തിൽ പ്രചാരണത്തിനായി എത്തിയിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ, അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെയും ഈ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധാകേന്ദ്രമാണ്. ദേശീയ മാധ്യമങ്ങളടക്കം ഏറെ ശ്രദ്ധയോടുകൂടിയാണ് ഇവിടുത്തെ ഈ വോട്ടെടുപ്പിനെ, മറ്റന്നാൾ 26-ാം തീയതി നടക്കുന്ന വോട്ടെടുപ്പിനെ കാണുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പ്രിയങ്ക ഗാന്ധി പലയിടങ്ങളിലും പ്രചാരണത്തിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. കഴിഞ്ഞ തവണത്തെ അത്രയും സീറ്റ് തന്നെ നേടാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് പുലർത്തുന്നുണ്ട്. പക്ഷേ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം. തിരുവനന്തപുരത്തും തൃശ്ശൂരിലെയും സാഹചര്യം പ്രവചനാതീതമാണ്. ആര് ജയിക്കും, അതായത് ഇഞ്ചോടിഞ്ച് മത്സരം ഈ 3 മണ്ഡലങ്ങളിലുമുണ്ട്. 3 മുന്നണികൾക്കും തുല്യ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. എന്തായാലും നാളെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ, അവസാനത്തെ പ്രചാരണത്തിലേക്ക് പോകുമ്പോൾ ആരായിരിക്കും ആ പ്രചാരണത്തിൽ മുന്നിൽ നിൽക്കുക? സ്വാഭാവികമായും അവർക്ക് ഈ വരുന്ന ദിവസങ്ങൾ, ഈ 2 ദിവസം എന്തൊക്കെ വിഷയങ്ങളായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ 3 മുന്നണികളും അവതരിപ്പിക്കുക, അതനുസരിച്ചായിരിക്കും ഇവരുടെ വിജയ സാധ്യതകളും. എൽദോ, ശരി, ടോം കുര്യാക്കോസാണ് വിവരങ്ങൾ നൽകിയത്. നാളെ കൊട്ടിക്കലാശമാണ്. മുന്നണികൾ അവസാനവട്ട പ്രചാരണവും അത് ഏറ്റവും ഭംഗിയാക്കാനുള്ള ശ്രമത്തിലാണ് എന്നുള്ളതാണ് വിവരം. ടോം കുര്യാക്കോസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. നാളെ വൈകിട്ട് 6 മുതൽ ഏപ്രിൽ 27 പുലർച്ചെ 6 വരെ തിരുവനന്തപുരം ജില്ലയിൽ നിരോധനാജ്ഞ. ജില്ലാ കളക്ടറാണ് ഉത്തരവിട്ടത്. നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ,
ജില്ലയിലെ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രചാരകരുടെയും സാന്നിധ്യം, ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷയുടെ ഉപയോഗം എന്നിവ പാടില്ല. ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തുചേരലുകൾക്ക് നിരോധനാജ്ഞ ബാധകമല്ല. അതേസമയം തെരഞ്ഞെടുപ്പ് ദിവസമായ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് അവധി പ്രഖ്യാപിച്ചു. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച വോട്ടെടുപ്പ്. കർണാടകയിലെ 14 രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും 8 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. കലാപബാധിത മേഖലയായ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന ബൂത്തുകളിലും രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുത്തുണ്ടാകും. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശ്ശൂർ പൂരത്തിന് ശേഷം വേറൊരു കളർ കൂടി വന്നിരിക്കുകയാണല്ലേ തൃശ്ശൂരിൽ. അത് അലമ്പാവുക എന്ന് പറയുന്ന സമയത്ത് ഒരു പിടിപ്പുകേട്. ഈ ശവപ്പെട്ടിയിലെ ഒരുപക്ഷെ അവസാന ആണ്ടിയാണ് തൃശ്ശൂർ പൂരം നടത്തിപ്പ് അലങ്കോലമായത്. BJP വിരുദ്ധ വോട്ടുകൾ തീർച്ചയായും ഇങ്ങോട്ട് പോരട്ടെ എന്നതാണ് കെ മുരളീധരന്റെ പക്ഷം. ആരെങ്കിലും BJPക്കെതിരെ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് തന്നോളൂ, ഞാനാണ് ആൾ എന്ന് പറയുകയാണ്. സുരേഷ് ഗോപിക്ക് ഏത് ലെവൽ വരെ പോകാൻ ഒക്കുമെന്ന് തൃശ്ശൂരെ ജനങ്ങൾക്ക് നന്നായി അറിയാം. പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് അവിടെ വരിക, ഇതൊക്കെ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ സന്ദേശം അതിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. Hot Seat, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ചേട്ടാ തിളങ്ങി കൊണ്ടാണ് ലൈവ് അറ്റ് 6 തുടരുന്നു. ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ ഉന്നയിച്ച സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ CPM-നും ദല്ലാൽ നന്ദകുമാറിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ശോഭാ സുരേന്ദ്രൻ. നന്ദകുമാറും താനും തമ്മിലുള്ള ബന്ധം CPM-ലെ ഉന്നത നേതാവിനെ BJP-യിലേക്ക് എത്തിക്കുന്ന ഇടനിലക്കാരൻ എന്ന നിലയിലാണ്. കണ്ണൂരിൽ നിന്നുള്ള ഉന്നത നേതാവ് തൃശൂർ ഗസ്റ്റ് ഹൗസിലും ഡൽഹിയിലും BJP നേതാക്കളുമായി ചർച്ച നടത്തി. ഇടനിലയായി നന്ദകുമാർ കോടികൾ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഗുണ്ടകൾ കുടുംബത്തെ അടക്കം ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് CPM നേതാവ് പിന്മാറിയത്. കരിമണൽ കർത്തയ്ക്കെതിരെ സംസാരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് മലപ്പുറത്തെ തന്റെ അടുത്ത ബന്ധുവിനെ വിളിച്ചുവെന്നും ശോഭ തുറന്നടിച്ചു. അതേസമയം ദല്ലാൽ നന്ദകുമാറിന്റെ കയ്യിൽ നിന്നും സ്ഥലത്തിന് അഡ്വാൻസായി 10 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് ശോഭ സ്ഥിരീകരിച്ചു. പണം പൂർണ്ണമായി നൽകുമ്പോൾ സ്ഥലം എഴുതി നൽകുമെന്നും അല്ലാത്ത പക്ഷം 10 ലക്ഷം രൂപ തിരികെ നൽകില്ല എന്നും ശോഭ പറയുന്നു. ദല്ലാളിന് പിന്നിൽ CPM ആണെന്നും ആരോപണം പരാജയ ഭീതി കൊണ്ടാണെന്നും ശോഭ ആരോപിച്ചു. ഏറ്റവും വലിയ ലീഡർ ആ ഏറ്റവും വലിയ ലീഡറുടെ പാലമായിട്ട് വർത്തിക്കാൻ ഞാനല്ലല്ലോ നാണം കെടേണ്ടത്. കടിച്ച പാമ്പ് തന്നെ ആണല്ലോ വിഷമിറക്കേണ്ടത്. എന്തായിരുന്നു അപ്പോൾ ചില നേതാക്കന്മാർ അബദ്ധവശാൽ ഇയാൾ വലിയ ആളാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഇയാള് ലാവ്ലിൻ കേസ് പലവട്ടം മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് BJPക്കെതിരെ വാർത്ത വരുന്നുണ്ടല്ലോ. എന്താ ലാവ്ലിൻ കേസ് മാറ്റാൻ കാരണം? ലാവ്ലിൻ ആരാ വക്കീൽ ആരാണ്? ലാവ്ലിൻ കേസ് നടത്തുന്ന വക്കീലിന് കോടതിയിൽ പോയി രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളാണോ? മാധ്യമ സുഹൃത്തുക്കളൊന്ന് പരിശോധിക്കുക. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇത്ര പേർ രാഷ്ട്രീയക്കാരുണ്ട്, ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇന്നയാളാണ്. അയാൾക്ക് അമിത്ഷാജിയെ കാണണം. അമിത്ഷാജിയെ കാണാൻ വരുന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ്. അമിത്ഷാജിയുടെ വീടിന്റെ വാതിൽ തുറക്കാൻ സാധിക്കണമെങ്കിൽ അമിത്ഷാജി ഈ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കണം, വേണ്ടേ? ആ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാനും ആ വ്യക്തിയെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും നീക്കം നടക്കണമെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഡിസ്കഷൻ നടക്കണം. ആ ഡിസ്കഷൻ നിശ്ചയിച്ച 2 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തി എവിടേക്കാണ് പോയത് അത് അടുത്ത പത്രസമ്മേളനത്തിൽ ഞാൻ പറയും. ഒരു വ്യക്തി ഒരു പൈസ കയ്യിലുള്ള ഒരു വ്യക്തിക്ക് എന്റെ ഒരു സ്ഥലം എനിക്ക് വിൽപ്പന നടത്താനുള്ള അവകാശമുണ്ട്. ഇനി നന്ദകുമാർ കോടതിയിൽ പോയാലും അവന് എന്റെ ഈ ഭൂമി മാത്രമേ കിട്ടൂ. ഞാൻ അവിടെ കേസ് പറഞ്ഞ് 10 ലക്ഷം കളയും. CPM-നെ പിളർത്തുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം.
കേരള രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് തലപ്പൊക്കമുള്ള നേതാക്കന്മാർ ഇതുവരെ ഞങ്ങൾ പാർട്ടിയിൽ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അനിൽ ആന്റണിയെപ്പോലെ പത്മജയെപ്പോലെ ഈ പ്രസ്ഥാനത്തിലേക്ക് അകത്തേക്ക് കടന്നു വരാൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നാളെ ഏത് തലപ്പൊക്കമുള്ള നേതാവ് വരാൻ ആഗ്രഹിച്ചാലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് സ്വീകരിക്കണ്ടേ? അനിൽ ആന്റണിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി ദല്ലാൽ നന്ദകുമാർ. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിൽ അനിൽ ഇടപെട്ടതിന്റെ തെളിവായി ഇന്റർവ്യൂ കോൾ ലെറ്റർ പകർപ്പ് കയ്യിലുണ്ടെന്നും തനിക്ക് അനിൽ തന്നെ വിസിറ്റിംഗ് കാർഡ് തന്റെ കയ്യിൽ ഉണ്ട് എന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു. ഫോൺ രേഖകളും ചില ഫോട്ടോകളും നന്ദകുമാർ പുറത്തുവിട്ടു. ആൻഡ്രൂസ് ആന്റണിയാണ് അനിൽ ആന്റണിയുടെ പുതിയ ദല്ലാളെന്നും മോദിയും ആൻഡ്രൂസും അനിൽ ആന്റണിയും ചേർന്നുള്ള ഫോട്ടോ പുറത്തുവിട്ടുകൊണ്ട് നന്ദകുമാർ പറഞ്ഞു. അതേസമയം ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ അനിൽ ആന്റണി തള്ളി. താൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നന്ദകുമാറിനെതിരെ പരാതി നൽകും. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ ദേശീയ നേതാവിന് പങ്കുണ്ടെന്നും അനിൽ ആന്റണി ആരോപിച്ചു. 15 വർഷം മുമ്പ് നടന്നു എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ 15 ദിവസം മുമ്പ് എന്റെ തെരഞ്ഞെടുപ്പ് കുളമാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ തന്നെയാണ് ബ്രേക്കിംഗ് ന്യൂസ് എടുത്തത്. വിഷുവിന്റെ അന്ന് അയാൾ തെളിവ് പുറത്തു വിടും. വിഷു കഴിഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പാണ്. 2 ദിവസം മുമ്പ് എന്റെ ഇലക്ഷൻ ഡീറെയിൽ ചെയ്യാൻ നിങ്ങൾ പിന്നെയും ഇത് ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതേ നന്ദകുമാറിനെതിരെ 9 ദിവസം മുമ്പ് ഇദ്ദേഹം 2016 എനിക്കെതിരെ ഇല്ലാത്തൊരു കേസ്, വലിയ പ്രമുഖമായ ഒരു കേസിൽ എന്റെ പേര് എഴുതണമെന്നും പറഞ്ഞ് ഒരു വ്യക്തിയുടെ അടുത്ത് പോയി. ആ വ്യക്തിയും അതിന് വിറ്റ്നസ് ഉണ്ട്. അത് വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ ആരും അത് കവർ ചെയ്യാത്ത എന്താണ്? ഒരു സാമ്പത്തികവുമില്ല, ഇദ്ദേഹമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുമില്ല. ഇദ്ദേഹം പറയുന്നതെല്ലാം കള്ളമാണ്. ഓഫർ ലെറ്റർ, വിസിറ്റിംഗ് കാർഡൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ കൗൺസിൽ നിയമനത്തിനുള്ള. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്കൊരു ഓഫർ ലെറ്ററും ഞാൻ കണ്ടിട്ടില്ല, വിസിറ്റിംഗ് കാർഡും കണ്ടിട്ടില്ല. ലവ് ജിഹാദിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് മാർ ജോസഫ് കല്ലങ്ങാട് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ മത നേതാക്കളാണെന്ന് അനിൽ ആന്റണി. ലവ് ജിഹാദിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ഇടത് വലത് സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കണം. മുൻ DGP ജേക്കബ് പുന്നൂസും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അനിൽ ആന്റണി പറഞ്ഞു. ഈ ലവ് ജിഹാദ് എന്നുള്ളൊരു ടേം ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് BJPയോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാവോ അല്ല. 2008 2 ബിഷപ്പുമാർ കേരളത്തിൽ വെച്ച്, മാർ ജോസഫ് കല്ലറക്കാട് പിതാവും അതുപോലെ മാർ ജോസഫ് പ്ലാമ്പാനി, 2 പിതാക്കന്മാരാണ് 2008 ഈ ടേം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചത്. 2009 ജേക്കബ് പുന്നൂസ്, അദ്ദേഹമായിരുന്നു DGP, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ആദ്യമായിട്ട് കേരളത്തിൽ അവതരിപ്പിച്ചത്. ഒരിടവേള കൂടി. ജനാധിപത്യം അവരുടെ ശക്തിയും എന്തായിരുന്നാലും നരേന്ദ്രമോദിയുടെ പ്രീതി പിടിച്ചു പറ്റണ്ട. PFIയുടെ അക്കൗണ്ട് പൂട്ടി, SDPയുടെ അക്കൗണ്ട് പൂട്ടി. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ആരുടെ ഔദാര്യം വേണ്ട. ആ ചേട്ടന് അരണേര ബുദ്ധി എന്നാണ് തോന്നുന്നത്. പൊതുജനങ്ങൾ കാണുകയാണ്. ഇവർക്കാർക്കും ഒരു കാലത്തും താഴ്ത്തിക്കെട്ടാൻ പറ്റത്തില്ല. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? സഹപാഠികളില്ലാത്ത ലോകത്തെ ഏക വിദ്യാർത്ഥി അച്യുതാനന്ദനാണ്. സഹപാഠികളില്ലാത്ത 10ാം ക്ലാസ് പോലും പോയിട്ടില്ലാത്ത. ഇത് ഓഫാക്കി, ചേട്ടൻ ഓഫാക്കിയത് കിട്ടുന്നില്ല. രാഷ്ട്രീയം ഇപ്പം മനസ്സിലായല്ലോ. ഇത് കണ്ടോളൂ, ഞാൻ പറഞ്ഞത് അത്രയും ന്യൂസ് 8 കട്ട് ചെയ്യും. Goda, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. രാഹുൽ ഗാന്ധിക്കെതിരായ PV അൻവർ MLAയുടെ അധിക്ഷേപ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. രാഹുലിന്റെ DNA പരിശോധിക്കണമെന്നായിരുന്നു അൻവറിന്റെ അധിക്ഷേപ പരാമർശം. പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത 4ാംകിട പൗരനായ രാഹുൽ മാറിയെന്നും അൻവർ വിമർശിച്ചു. രാഹുൽ ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാൻ തന്നെ സത്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രാഹുൽ ആ ഗാന്ധി എന്ന
ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്തൊരു നാലാംകിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയെന്ന് ഞാനല്ല പറയുന്നത്. ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ സ്ഥിതി? നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും? നെഹ്റു കുടുംബത്തിന്റെ ജെനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്, യാതൊരു തർക്കമില്ല. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല. പച്ചയായി പറയുക, ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ തിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് ഈ സംശയം 2 കൊല്ലമായി തുടങ്ങിയിട്ട്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ ഫിലിമിനോടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ദേശീയ രാഷ്ട്രീയം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ ചുറ്റിച്ച് നിർത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളാണോ? അതിന്റെ പിന്നിൽ BJP ആണോ? ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന 7ാം കൂലിയുടെ കയ്യിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് ഈ നാടാകെ പാർട്ടിയെ ഛിന്ന ഭിന്നമാക്കി മത്സരിച്ച് ജയിച്ചിടത്ത് ജനം ജയിപ്പിച്ചയച്ച BJPയെ പരാജയപ്പെടുത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിച്ച അൻവർ, നെഹ്റു കുടുംബത്തിലെ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് രാഹുൽ നടത്തിയതെന്നും ജനങ്ങൾ അത് കൃത്യമായി ആലോചിക്കുമെന്നും പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാക്കളെ രാജ്യവ്യാപകമായി ED വേട്ടയാടുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ ഗാന്ധി അസ്വസ്ഥനാകുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തി. ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. അത് ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. അത് ജനങ്ങളെ കൃത്യമായിട്ട് ആലോചിക്കും. മതേതരത്വത്തോടൊപ്പം എല്ലാ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം. ഇന്നും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ആ നിലപാടിൽ നിന്ന് 1 ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും അന്യായമായി കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്നു. ഇതിനിടയിൽ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. പരാമർശത്തിൽ PV അൻവറിനെ തള്ളാതെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ആലോചിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. PV അൻവറിനെതിരെ മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയ് ആഫ്രിക്കൻ രാസലഹരിക്ക് അടിപ്പെട്ട ഒരു അധമന്റെ ജൽപ്പനമാണ് സംഭവിച്ചതെന്നും VS ജോയ് പരിഹസിച്ചു. ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി PV അൻവർ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം നിന്ദ്യവും നികൃഷ്ടവുമാണ്. ആഫ്രിക്കൻ രാസലഹരിക്ക് അടിമപ്പെട്ട ഒരു അധമന്റെ ജൽപ്പനങ്ങളായി മാത്രമാണ് ഞങ്ങൾ ഈ പ്രസ്താവനയെ കാണുന്നത്. സുബോധം നഷ്ടപ്പെട്ടാൽ സ്വന്തം പിതാവിൻ്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ആളാണ് അൻവർ. അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. അറിയിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ഞങ്ങൾ തള്ളിക്കളയുക. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും നീതീകരിക്കാനാവാത്ത നികൃഷ്ടമായ പരാമർശമാണ് ശ്രീ അൻവർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടികളും പരാതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. എത്രയും വേഗം ശ്രീ അൻവർ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിശക്തമായ പ്രത്യക്ഷ പ്രതിഷേധ സമര പരിപാടികളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടി വരും. മാന്യന്മാരുടെ മുഖത്ത് കോലം വരയ്ക്കുന്ന ഈ കോമാളിയെ അടിയന്തരമായി ചങ്ങലക്കിട്ട് തളയ്ക്കാനാണ്
CPM നേതൃത്വം ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധി വയനാടിൻ്റെയും കേരളത്തിൻ്റെയും മാത്രം നേതാവല്ല എന്ന് മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹം രാജ്യത്തിൻ്റെ നേതാവാണ്. നരേന്ദ്രമോദി വാഷിംഗ് മെഷീൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അഴിമതിയുടെ കറപുരണ്ട 25ഓളം പാർട്ടി നേതാക്കളെ BJPയിലെത്തിച്ച് പിന്നീട് അവരെ ശുദ്ധരാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് നരേന്ദ്രമോദി നടത്തുന്നത്. 35 വർഷമായി നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും പ്രധാനമന്ത്രിയായിട്ടില്ല. പിന്നെ എന്തിനാണ് മോദി തുടർച്ചയായി നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്നതെന്നും മല്ലികാർജുൻ ഖാർഗെ ചോദിച്ചു. അതിൻ്റെ ഏക കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയോടുള്ള ഭയമാണ് എന്നും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ പൗരന്മാരെയും മോദിക്ക് ഭയമാണെന്നും ഖാർഗെ പറഞ്ഞു. I am happy to be with all of you here seeking vote for our young and loving leader, Sri Rahul Gandhi ji. Rahul Gandhi's leadership is not only limited to Wayanad, Kerala, he is a leader of entire country and even internationally famed man. Today, we stand at crucial juncture in our nation's history, where the very soul of our country is under attack. We are seeking that accounts of Congress party are frozen, while BJP illegally collected 13,000 crores donations through the illegal electoral bond. But whatever our Congress party workers have given us in form of donation, they have seized our account and they are not allowing us to draw the amount nearly. തിരികെ എത്താം മറ്റൊരു വേളയ്ക്ക് ശേഷം. തിരുവനന്തപുരത്തെ ക്രോസ് വോട്ട് ആരോപണം തള്ളി ഇടതുമുന്നണി. BJPയുടേത് മുൻകൂർ ജാമ്യമാണ്. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് LDFന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന M. വിജയകുമാറും GR അനിലും പറഞ്ഞു. പാലക്കാട് കള്ളവോട്ടിന് നീക്കമെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ഏറ്റവും കൂടുതൽ വ്യാജ വോട്ടുകൾ വരുന്നത് പട്ടാമ്പിയിലാണെന്നും വ്യാജ വോട്ടർമാർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോഴാണ് പാലക്കാട് കള്ളവോട്ടിന്റെ വിവാദം ഉയരുന്നത്. 13,26,151 പേർ കള്ളവോട്ടർമാരാണ്, വ്യാജ വോട്ടർമാരാണെന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് BJPയുടെ സ്ഥാനാർത്ഥി, പാലക്കാട് സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാറാണ്. ഇവിടെ 13,98,163 വോട്ടർമാരാണുള്ളത്, അതായത് പാലക്കാട് മണ്ഡലത്തിൽ. ഇതിലാണ് ഈ പറഞ്ഞിരിക്കുന്ന 3,26,151 പേരും അധികം വോട്ടർമാരാണ്. അതായത് ഇവർക്ക് 2ഉം 3ഉം വോട്ടുകളുള്ള ആളുകളാണ്. ഇവരെ എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിന്മേൽ ഉടൻ തന്നെ നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പട്ടാമ്പിയിൽ 59,251 പേരും, ഷൊർണൂരിൽ 56,233 പേരും, ഒറ്റപ്പാലത്ത് 57,354 പേരും, കോങ്ങാട് 36,397 പേരും, മണ്ണാർക്കാട് 51,437 പേരും, മലമ്പുഴ 40,681 പേരും, പാലക്കാട് 24,798 വോട്ടർമാരും കള്ളവോട്ടർമാരാണ് എന്നുള്ള ഒരു ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. അതായത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ആകെയുള്ള വോട്ടിന്റെ 4/1 വോട്ട് ഇരട്ടി വോട്ടാണ്. 13,98,000-ഓളമാണ് വോട്ടർമാരുള്ളത്. അതിൽ 3,26,000-ഓളം വോട്ടുകൾ ഇരട്ടി വോട്ടുകളായിട്ടാണ് വരുന്നത്. പത്തനംതിട്ടയിൽ കള്ളവോട്ടിനായി വ്യാജ കാർഡുകൾ നിർമ്മിക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന പരാതിയുമായി UDF. DCC അധ്യക്ഷൻ സതീഷ് കൊച്ചുപറമ്പിലാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നും വിവരം ലഭിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. UDFും LDFും വർഗീയത പറയുന്നതായി വയനാട്ടിലെ BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ LDFനും UDFനും ഒരു കണ്ണു മാത്രമാണ്.
ന്യൂനപക്ഷാവകാശം ഒരു വിഭാഗത്തിന്റെ മാത്രം അട്ടിപ്പേറാവുന്നത് എങ്ങനെയാണെന്നും മുഖ്യമന്ത്രി വർഗീയത പ്രചരിപ്പിക്കുകയാണ് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. പച്ചയായ വർഗീയത UDF-ഉം LDF-ഉം വലിയ മത്സരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പച്ച വർഗീയതയാണ് UDF-ഉം LDF-ഉം ഇവിടെ കാണിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വളച്ചൊടിച്ച് ഒരു വിഭാഗത്തിന്റെ വോട്ട് മുഴുവൻ പെട്ടിയിലാക്കാമോ എന്നുള്ള ഒരു ശ്രമമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർലജ്ജം മുഖ്യമന്ത്രി വർഗീയത പരത്തുകയാണ് കേരളത്തിൽ. അതിനോട് മത്സരിക്കുന്ന സമീപനമാണ് UDF സ്വീകരിക്കുന്നത്. വടകരയിൽ UDF സ്ഥാനാർത്ഥിക്കുണ്ടായത് മോഹഭംഗമെന്ന മുഖ്യമന്ത്രി. വിമർശനത്തിന് അതിരുണ്ട്. എന്നാൽ വടകരയിലുണ്ടായത് തെമ്മാടിത്തരമാണ്. KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചില മോഹഭംഗങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ നമ്മുടെ നാട്ടുകാരെയും ജനങ്ങളെയും വല്ലാതെ വില കുറച്ച് കാണുന്ന സമീപനം ചിലർ സ്വീകരിക്കുക. നമ്മളങ്ങ് പോയങ്ങ് നിൽക്കുകയും വേണ്ടു, നാടാകെ പിന്നെ തന്നെ അങ്ങ് അംഗീകരിക്കുമെന്ന് ചിലർ ധരിക്കുന്നു. അവിടെ ചെന്നപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അങ്ങനെയല്ല അവസ്ഥ എന്ന്. ആളുകൾ നല്ല എതിരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ എതിരായി നിൽക്കുന്നവരെ പിന്നെ എതിരായി നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണുന്നൊരു കാര്യം, മറ്റൊരു ഭാഗത്ത് വലിയ പിന്തുണ കിട്ടുന്നു. ആ പിന്തുണ കിട്ടുന്നയാളുടെ പിന്തുണ കുറക്കുന്നതിന് വേണ്ടി തെറ്റായ പ്രചരണങ്ങളിലേക്ക് കടക്കുകയാണ്. അതാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ അതിനുണ്ടായൊരു അബദ്ധം, നമ്മുടെ കേരളത്തിൽ സാധാരണ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് ചേർന്ന രീതിയിലുള്ള വിമർശനങ്ങളെ ഉന്നയിക്കുക. ഒരുതരം തെമ്മാടിത്താണല്ലോ അവിടെ നടന്നത്. അതൊന്നും നാട് അംഗീകരിക്കില്ല. ഒരു സ്ത്രീയെ വിമർശിക്കുന്നതിന് സ്വീകരിക്കേണ്ട സാധാരണഗതിയിലുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ നില, എന്ത് അസഭ്യവും അവതരിപ്പിക്കാമെന്ന നില വന്നാൽ അതൊന്നും നാട് അംഗീകരിക്കില്ല. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. മണ്ഡലത്തിലേത് അനുകൂല സാഹചര്യമാണെന്നും KK ശൈലജ ന്യൂസ് 18 പറഞ്ഞു. വാശിയേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന വടകരയിൽ ശൈലജ ടീച്ചർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് ടീച്ചർ. ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പ്രതീക്ഷ എന്താണ്? വലിയ പ്രതീക്ഷയല്ലേ, ഉറപ്പായിട്ടും. ഞങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോഴും പറയുന്നത് നല്ല ഭൂരിപക്ഷത്തിൽ വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്നാണ്. ഇവിടെ ഇപ്പോൾ വടകര ടീച്ചർക്കുള്ളതാണ് എന്നാണ് CPM പറയുന്നത്. എനിക്കുള്ളതല്ല, ഈ നാട്ടുകാർക്ക് ആകെയുള്ളതാണ്. ഞാൻ LDF-ന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് വടകര സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്കുള്ളതാണ് എന്ന് പറയുന്നത്. ഞാൻ ആ രീതിയിൽ തന്നെ വടകരയെ സ്വീകരിക്കും, വടകരയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ അപവാദ പ്രചരണം ഒരു ഘട്ടത്തിലെങ്കിലും ഉലച്ചു കളഞ്ഞു. പരാമർശം മാത്രമാണ് നെഗ്ലക്ട് ചെയ്യാൻ തീരുമാനം. സാരമില്ല, അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് എനിക്കെന്താ. പക്ഷേ എനിക്ക് നിർബന്ധിതയായത് എന്റെ രാഷ്ട്രീയാഭിപ്രായങ്ങളെ തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ. അപ്പൊ ഇതൊക്കെ വന്നപ്പോ പിന്നെ എങ്ങനെ പരാതിപ്പെടാതിരിക്കുക? അതുകൊണ്ടാണ് ഞാൻ പരാതിപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് പരോക്ഷ പിന്തുണയുമായി യാക്കോബായ സഭ. സഹായിച്ചവരെ തിരിച്ചും സഹായിക്കുമെന്ന് യാക്കോബായ സഭ മലങ്കര മെത്രാപ്പോലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് ന്യൂസ് 18 പറഞ്ഞു. ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ സഭാംഗമാണ് എങ്കിലും പരസ്യമായ പിന്തുണയില്ല. കേരളത്തിൽ BJPക്ക് ക്രൈസ്തവ വിരുദ്ധ സമീപനമില്ല എന്നും ജോസഫ് മാർ ഗ്രിഗോറിയോസ് ന്യൂസ് 18 പറഞ്ഞു. യാക്കോബായ സഭ മെട്രോപൊളിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. നമസ്കാരം തിരുമേനി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് സഭയുടെ ഒരു രാഷ്ട്രീയ നിലപാട്? സഭ വലിയ പ്രതിസന്ധിയിലാണ്. അതിന് പരിഹാരങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. സഭയ്ക്ക് സഹായങ്ങൾ ഓരോ ഘട്ടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. സഭയെ സഹായിക്കുന്നവരെ തിരികെ സഹായിക്കുക എന്നുള്ളത് സഭയുടെ ഒരു ഔദ്യോഗിക നിലപാടാണ്. ആ നിലപാട് തന്നെ തുടരുന്നു. സഭയെ സഹായിച്ചതാരാണ്? അത് ജനങ്ങൾക്കറിയാം, വിശ്വാസികൾക്കത് അറിയാം. അതല്ലാതെ അതിലപ്പുറത്തേക്ക് ഒരു കമന്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുമില്ല.
മുസ്ലിം ലീഗ് സമസ്ത തർക്കത്തിൽ വാർത്താക്കുറിപ്പിറക്കി സമസ്ത. അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് സമസ്ത നേതൃത്വം ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. തെറ്റിദ്ധാരണകൾ പരത്തുന്ന പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും സംസ്ഥയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഒരിടവേള കൂടി. മറ്റു നിലയ്ക്ക് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ പേർ BJPയിലേക്ക് എത്തുമെന്ന് കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥി C രഘുനാഥ്. K സുധാകരന്റെ മുൻ PA ഇന്ന് BJPയിലെത്തി. 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം മാത്രമല്ല, കോൺഗ്രസ് മുക്ത കേരളവും ഉണ്ടാകുമെന്ന് രഘുനാഥ് ന്യൂസ് 18നോട് പറഞ്ഞു. കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥി C രഘുനാഥിന്റെ വാഹന പ്രചരണ ജാഥയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പ്രചരണം മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന നിമിഷമായി കഴിഞ്ഞു. വോട്ടർമാരോട് ഏറ്റവും ഒടുവിൽ എന്താണ് പറയാനുള്ളത്? വോട്ടർമാരോട് എല്ലാവരോടും എനിക്ക് വോട്ട് ചെയ്യാൻ പറയും. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പൂർണ്ണ വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും കണ്ണൂരിൽ NDA സ്ഥാനാർത്ഥിക്ക് തവണ ഉണ്ടാകില്ല. ഈ രണ്ട് മുന്നണികളെയും കണ്ണൂരിലെ ജനങ്ങൾ തിരസ്കരിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്ക്. എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആവേശജലമായ സ്വീകരണങ്ങളും അംഗീകാരവും ഇത്തവണ കണ്ണൂരിൽ NDAയുടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മറ്റ് രണ്ട് മണ്ഡലങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം BJPക്ക് കഴിഞ്ഞ 2019 നേടാൻ കഴിഞ്ഞു. കണ്ണൂരിൽ അത് അത്ര പ്രകടമായിരുന്നില്ല. ഇത്തവണ ഈ ആത്മവിശ്വാസം എങ്ങനെയാണ് വരുന്നത്? ഇത്തവണ LDF UDF മുന്നണികളുടെ നയപരിപാടികൾ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ജസ്റ്റിസുമാരായ VG അരുൺ, S മനു എന്നിവർ ഉൾപ്പെട്ട അവധിക്കാല ഡിവിഷൻ ബെഞ്ചിന്റേതാണ് തീരുമാനം. ആവശ്യം ഈ ഘട്ടത്തിൽ പരിഗണിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി ഹർജിക്കാരെ അറിയിച്ചു. ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള പരാതി ആദായ നികുതി വകുപ്പിന് കൈമാറിയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകി. പോളിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി അറിയിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കണമെന്നുമായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. പ്രധാനമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷലിപ്തമായ വർഗീയ പ്രചാരണമാണ് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും കമ്മീഷന്റെ നിഷ്പക്ഷത ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കേണ്ട സമയമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. BJP ജയിച്ചാൽ രാജ്യത്തിന് തന്നെ അപകടമാണ്. ഭരണഘടനയും മതേതരത്വവും സംരക്ഷിക്കാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. രാജസ്ഥാനിലെ പരാമർശങ്ങളിൽ ഉറച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗം കോൺഗ്രസിൽ വെപ്രാളമുണ്ടാക്കി. അവരുടെ പ്രീണനം താൻ തുറന്നുകാട്ടി. സാധാരണക്കാരുടെ സ്വത്ത് പിടിച്ചെടുത്ത് വിതരണം ചെയ്യാനാണ് കോൺഗ്രസിന്റെ ഗൂഢാലോചന. കോൺഗ്രസിന്റെ രഹസ്യ അജണ്ട പുറത്തുവന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിലെ ബനസ്വാരിയിൽ പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ പരാതി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ആബിദ് ഷഹീമാണ് അടൂർ പോലീസിൽ പരാതി നൽകിയത്. നരേന്ദ്രമോദി മുസ്ലിം സമുദായത്തെ അപമാനിക്കുകയും രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുകയും ചെയ്തു എന്നാണ് പരാതി. ഒരിടവേള കൂടി. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാറിനെ ED 3ാം തവണ ചോദ്യം ചെയ്യുകയാണ്. തൃശൂർ പൂരസമയത്തുണ്ടായ പ്രശ്നങ്ങളിൽ ഗൗരവമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായി മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഇപ്പോൾ സർക്കാരിന് ചില പരിമിതികളുണ്ട് എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഗൗരവമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിനുള്ള ഏർപ്പാടുകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഘട്ടം സർക്കാരിന് ഒട്ടേറെ പരിമിതികളുള്ളൊരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ പ്രവൃത്തികൾ ശരിയായ രീതിയിൽ നടത്താൻ പറ്റാത്തൊരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം. അങ്ങനെയാണെങ്കിൽ പോലും
അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരെന്ന് പ്രത്യക്ഷത്തിൽ ആക്ഷേപമുയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന നിലപാടെടുത്തത്. പക്ഷേ സ്ഥലം മാറ്റാൻ ഇപ്പോൾ സർക്കാർ വിചാരിച്ചാൽ കഴിയില്ല. സ്ഥലം മാറ്റണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വേണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടി ചെയ്യാമെന്നാണ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണവും കാര്യമായിട്ട് നടക്കുന്നത് DGP അന്വേഷിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കാം. അപ്പോഴേക്ക് ഈ ദിവസങ്ങളും കഴിയല്ലോ, പിന്നെ അതിൻ്റെ ഫലപ്രദമായ നടപടി സ്വീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ തുടക്കം മുതലേ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഓരോ പ്രശ്നവും അതിൻ്റെ ദേവസ്വം ഭാരവാഹികളടക്കം എൻ്റെ ശ്രദ്ധയിലും കൊണ്ടുവന്നിരുന്നു. അതിലിടപെട്ട് പരിഹരിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. തൃശൂർ പൂരത്തിനിടെയുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം തേടി. ഉത്സവത്തിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും പോലീസ് അമിത ബലപ്രയോഗവും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തുവെന്നാരോപിച്ച് സമർപ്പിച്ച റിട്ട് ഹർജിയിലാണ് നടപടി. സർക്കാരും വിശദീകരണം നൽകണം. കമ്മീഷണർക്കെതിരെ നടപടി വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹിന്ദു ഐക്യവേദി ഭാരവാഹി P. സുധാകരനാണ് ഹർജിക്കാരൻ. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറെന്ന് CBI. ജസ്നയുടെ പിതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം. തിരുവനന്തപുരം CJM കോടതിയാണ് ഹർജി പരിഗണിച്ചത്. രേഖകളും തെളിവുകളും കോടതിയിൽ സീൽഡ് കവറിൽ നൽകണമെന്ന് CBI ആവശ്യപ്പെട്ടു. തൃശൂർ മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് കിണറ്റിൽ വീണ കാട്ടാന ചെരിഞ്ഞു. ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ കിണറ്റിലാണ് കാട്ടാന വീണത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. വനംവകുപ്പിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് കരക്ക് കയറ്റാൻ ശ്രമം തുടരുന്നതിനിടെയാണ് ആനയെ രക്ഷിക്കാൻ ആന ചെരിഞ്ഞത്. കഴിയുന്നതുപോലെ ആനയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയതായി സ്ഥലമുടമയും നാട്ടുകാരും പ്രതികരിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6605, പവന് 52,840. 18 ക്യാരറ്റ് ഗ്രാമിന് 5535, പവന് 44,280. വെള്ളി ഗ്രാമിന് 86, കിലോയ്ക്ക് 86,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 11:06 പൂർണ്ണമാകുന്നു. നമസ്കാരം.